ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ജന്മനിയോഗം, അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണോ, അതോ ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോറിറ്റിയാണ്, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ബിഗിനിങ്. ഇത്രയും കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രോട്ട് ചക്രയാണ്. ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവില്ല, ഏതൊരു കാര്യവും നമ്മളിപ്പോൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ല എങ്കിൽ അവിടെ നമുക്ക് പരാജയമാണ് സംഭവിക്കുന്നത്. 7 ചക്രാസിൽ 5ാമതായി വരുന്ന ചക്രയാണ് ത്രോട്ട് ചക്ര. അതായത് കഴുത്തിന് പിൻഭാഗത്ത് വരുന്ന നീല കളറിലെ ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്രയെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റൊരാളിനോട് സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ അവർക്കത് ക്ലിയറായിട്ട് സംസാരിച്ച് കൊടുക്കുവാനും കഴിയും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ക്ലിയറായിട്ട് സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വ്യക്തതയോടുകൂടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കോടതി വഴിയൊക്കെ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതുപോലെ തന്നെ ചില ജോലി കാര്യങ്ങളിൽ ഒക്കെയും നിങ്ങൾക്ക് ഇത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. നമുക്കൊരു ടാരോ കാർഡ്സ് കൂടി എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. യഥാർത്ഥത്തിലും എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് നോക്കാം. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് കപ്സ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, നയൻ ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് സോർഡ്സ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? ജസ്റ്റിസ് ആണ്. കാരണം ഇവിടെ നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിന് നിങ്ങളിപ്പോൾ മുൻപോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് അറിയാനായിട്ട് നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണം. അപ്പോൾ ഇതനുസരിച്ച് വേണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് പകർന്നു കൊടുക്കാൻ.
എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നിയോഗം, ഒരു ലക്ഷ്യം തന്നെ നിങ്ങൾക്ക് ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, കാരണം ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ്. ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളുടെ ലക്ഷ്യം തന്നെയും. ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഇവിടെയും അതുപോലെ തന്നെ സാമ്പത്തികത്തിൻ്റെ ലക്ഷ്യമുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ പറ്റുകയില്ല എന്നുള്ള മനോവിഷമമാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പെൻഡക്കിൾ, സാമ്പത്തികം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യവും സാധിക്കുകയില്ല, മറ്റുള്ളവർക്ക് സാധിച്ചു കൊടുക്കാനുള്ളത് സാധ്യമാവുകയില്ല എന്നോർത്തിട്ട് നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് മണി ഏൺ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി വരുത്തണം. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ധനം വന്നു ചേരണം എന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. വെറും ആഗ്രഹമല്ല, അമിതമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് രാപ്പകൽ നിങ്ങൾ കഷ്ടപ്പെടാനും തയ്യാറാണ്, നിങ്ങൾ അമിതമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ അത് സാധിച്ചില്ല എങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് വിഷമമാണ്. പക്ഷെ സാധിച്ചു കഴിഞ്ഞാൽ, ഈ ആഗ്രഹം സാധിച്ചിട്ട് വേണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ഇവിടെ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി വരുത്തുവാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 4 നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു പ്രോഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിലായി, ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാവങ്ങളെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് സഹായിക്കണം എന്ന് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി, ഏതെങ്കിലും വിധത്തിൽ പാവങ്ങളെ നിങ്ങൾക്ക് സഹായിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. കാരണം പാവപ്പെട്ടവരായ ആൾക്കാരെ നല്ലതുപോലെ സഹായിക്കുക. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു അതോറിറ്റി പവർ ലഭിക്കുക എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു അധികാരഭാവം കൈവരും. നിങ്ങൾക്ക് ഈ അധികാരഭാവം കൈവരുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരിൽ നിന്നും കൂടുതലായിട്ട് ശ്രദ്ധ കൈവരിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് അധികാരഭാവം ഉണ്ടാവുന്നത്. ഒരു രാജാവിനെ എങ്ങനെയാണ് പ്രജകൾ തിരഞ്ഞെടുക്കുന്നത്? ആ പ്രജകൾ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് രാജാവിനെ സ്നേഹിക്കുന്നത്? അവരുടേതായ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു കൊടുക്കുമ്പോഴാണ്, അല്ലേ, സന്തോഷത്തോടുകൂടിയും കൃത്യനിഷ്ഠയോടും കൂടി അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു കിങ്ങായിട്ട് മാറുന്നത്. ആ കിങ്ങിന് അപ്പോൾ മാത്രമാണ് അവർക്ക് വേണ്ട, പ്രജകൾക്ക് വേണ്ടതെല്ലാം കിട്ടുമ്പോഴാണ് ആ കിങ്ങായിട്ട് മാറുന്നതും ആ ഒരു സ്ഥാനത്തിൻ്റെ പദവി അലങ്കരിക്കുന്നതും. അങ്ങനെയാണ് അവർ മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുന്നതും അതേപോലെ തന്നെയാണ്. ഒന്നും സാധിച്ചു കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് പ്രജകൾ ഒരു രാജാവിനെ നോക്കിക്കാണുന്നത്? അത്ര ബലഹീനനായിട്ടായിരിക്കും നോക്കിക്കാണുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഒത്തിരി പവർഫുൾ ആയിട്ട് വരണം നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്താണ്, വളരെയധികം പവർഫുള്ളായിട്ട് വരണം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം, ജീവിതത്തിൽ നല്ല ചില തുടക്കങ്ങളിലേക്ക് വരണം. എന്തിനാണ് ഇതെല്ലാം? എന്തിനാണ് നല്ല മാറ്റം കൊണ്ടുവരുന്നത്? എന്തിനാണ് നല്ല തുടക്കം കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയാണ്? അവനവൻ്റെ സ്വന്തം കാര്യം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ്, അവരുടെ കാര്യങ്ങൾ കൂടി സാധ്യമാക്കി കൊടുക്കണം. ധാരാളമായി നമുക്കുണ്ടെങ്കിൽ മാത്രമേ
നമ്മളൊരു അബണ്ടൻ്റ്, നിങ്ങളൊരു അബണ്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ ഇരുന്നുവെങ്കിൽ മാത്രമേ ലോ എനർജിയിലിരിക്കുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസം നിങ്ങൾക്കിവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. അതിനായിട്ട് നിങ്ങളൊന്ന് മാറാൻ തന്നെയും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നല്ല പദവിയിലിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് തള്ളിപ്പറഞ്ഞിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് വന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടേതായ ആ ലക്ഷ്യം നിറവേറുകയുള്ളൂ, അല്ലെങ്കിൽ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം. അതാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ഒരു സ്റ്റെബിലിറ്റി വേണം എന്ന്. അതിനായിട്ട് പരിശ്രമിക്കുന്ന പലരുടെയും എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഇതാണ് സാമ്പത്തികമാണ് മെയിൻ. അത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, മറ്റുള്ളവരെ സഹായിക്കുക, ഓടുകയാണ്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായോ ഇവിടെ നിൽക്കുന്ന നിൽപ്പിൽ ഓടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങളിലേക്ക് വന്നോ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായോ എന്നത് കേട്ടുകൊണ്ട് നിങ്ങളിവിടെ ഓടുകയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി. മനസ്സിലായി? അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളിൽ പലരും എന്നാണ് ഇവിടെ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യമാണിത്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ അഥവാ അല്ല എങ്കിൽ നിങ്ങൾക്ക് ജെനുവിനായിട്ട് കിട്ടിയ ഒരു സ്വഭാവം തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരുന്ന ഒരു ചിന്തയല്ല. ചിലർക്ക് പെട്ടെന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം ചിലർക്ക് ചിന്തിക്കാൻ കഴിയും, എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജെനുവിനായിട്ട് തന്നെ കിട്ടിയ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ കൂടെ സഹായിക്കണം എന്ന്. അത് നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മാത്രം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മാത്രമാണ് അതിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൈവരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. അതാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹമാണിതൊക്കെ. ഇത് നിങ്ങൾക്കിത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളുടെ പൈസ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കുറേ സാമ്പത്തികം ഉണ്ടാക്കിയതിന് ശേഷം കണ്ടില്ലേ, ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു കാര്യം നടത്തി കൊടുക്കണം. പെൺകുട്ടികളുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, വീട് വെച്ച് കൊടുക്കണം, അവർക്കൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെറിയൊരു വീട് വെച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് അതോറിറ്റി പവർ കൈവരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാവം വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഭാവം വരുത്താൻ വേണ്ടി നിങ്ങളിവിടെ ഒരുപാട് പാടുപെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനായിട്ട് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? കണ്ടില്ലേ? നിങ്ങൾ അതുവരെ കഴിഞ്ഞിരുന്ന ഭൗതിക സുഖങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടേതായ ഭൗതിക സുഖങ്ങളെ നിങ്ങളിവിടെ വെടിഞ്ഞിട്ട് ദൂരേക്ക് പോവുകയാണ്. അതായത് ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നു. അപ്പോൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് സാമ്പത്തികം വരികയുള്ളൂ, ഫിനാൻസ് പരമായ ആ ഒരു എനർജി വരികയുള്ളൂ. അതുപോലെ തന്നെ ആത്മീയമായ എനർജിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ആത്മീയമായ എനർജിയും ഫിനാൻസ് പരമായ എനർജിയും സാമ്പത്തികപരമായ എനർജിയും ഇത് രണ്ടും കൂടി ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഒരു അധികാരഭാവം കിട്ടുകയുള്ളൂ.
ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രവണത ഉണ്ടായത്. അതുവരെ നിങ്ങൾ ഒരുപാട് അറിഞ്ഞുകൂടാത്ത ഒരു സമയത്ത് എന്താണ് ജീവിത ലക്ഷ്യം എന്നൊന്നും ചിന്തിച്ചു പോലും ഉണ്ടായിട്ടില്ലായിരിക്കും. പക്ഷെ ഇത് ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു എനർജി കൈവരുന്നത്. കാരണം ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാനായിട്ട്. ഇതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതിനുള്ള ഒരു സ്വയം ബോധം നിങ്ങൾക്കുണ്ടാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പായുക, അത് ഒരു വ്യർത്ഥമായ ചില ചിന്താഗതികൾ തന്നെയാണ്. അത് ആവശ്യമില്ല, ജീവിതത്തിൽ അത് ആവശ്യമില്ല. എനിക്കിനി നല്ല ചില ചിന്തകളിലേക്ക് മാറണം, മുന്നോട്ട് എനിക്ക് നല്ലതുപോലെ ദൈവികമായ എനർജിയിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇത്. അങ്ങനെ വേണമെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന എനർജിയാണ് ഇവിടെ. അപ്പോൾ പാവങ്ങളെ സഹായിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതായത് സ്പിരിച്വലായിട്ടും ഫിനാൻസ് പരമായിട്ടും ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാറ്റം വരുന്നു. കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് തന്നെ വരും, വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ബട്ടർഫ്ലൈ ആയിട്ട് തിളങ്ങാൻ പറ്റുന്നു, പാറിപ്പറക്കാൻ പറ്റുന്നു. ബട്ടർഫ്ലൈ ആയിട്ട് പാറിപ്പറക്കുമ്പോൾ എന്താണ്? ഫ്രീഡം കിട്ടുന്ന അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിൽ നിങ്ങൾ മുൻപേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഉള്ള സാമ്പത്തികമെങ്കിലും കിട്ടുക എന്നുള്ളത്. ഇനി വീണ്ടും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇല്ലാതിരുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ ഒന്നുമില്ല, കുറേയൊക്കെ ഉള്ള ചില നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കുറേ സമ്പത്തും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാലം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി അത് വ്യർത്ഥമാണ്, ഇനി എന്തിനാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഇനി നല്ലതിലേക്ക് പോകാം, ഇനി ദൈവികമായ ഒരു ചിന്തകളിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ദൈവികമായ ചിന്തകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ദൈവികമായ ഈ ചിന്തകളിലേക്ക് പോകുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിൽ ആകപ്പാടെ മാറ്റം വരും. നിങ്ങളുടെ മനസ്സിലെ അസൂയ, കുശുമ്പ, വിദ്വേഷം, മറ്റുള്ളവരുടെ പക വെച്ച് പുലർത്തുന്ന സ്വഭാവം, ഇതിലൊക്കെ നിങ്ങൾക്കിവിടെ മാറ്റം വരും. ഇവിടെ മാറ്റം വന്നിട്ടാണ് നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ കടക്കാൻ കഴിയും. കണ്ടില്ലേ? പുതിയ കാൽവയ്പ്പുകളോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഇവിടെ. ആ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ എന്താണ്? ഇവിടെ ആർഭാടങ്ങളൊന്നുമില്ല. ഇവിടെ മാറ്റം വരുന്നു. ബട്ടർഫ്ലൈയെ പോലെ പാറിപ്പറക്കാൻ, അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് വരികയാണ്. കമ്മ്യൂണിറ്റിയിൽ, സൊസൈറ്റിയിൽ പാറിപ്പറക്കുക. അതെന്താണ്? ഇഷ്ടം പോലെ, ആരും ചോദിക്കാനില്ല, പറയാനില്ല, ഇഷ്ടമാണ്, സ്വന്തം ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സ്വന്തം ഇഷ്ടത്തോടുകൂടി സ്വന്തം ആഗ്രഹം നിറവേറുമ്പോൾ ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഒരുപാട് സന്തോഷം വരുന്ന 9 of Cupsന്റെ എനർജിയാണ്. ഇഷ്ടം പോലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു, സ്വയം അനുഭവിക്കാനും സാധിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വേണം, അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ഒരു വിലക്കുണ്ടോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുമ്പോൾ, അല്ല എങ്കിൽ അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും സംഭാവനയോ മറ്റോ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വിലക്കുണ്ടാവും. അത് വേണ്ട എന്ന്. പക്ഷെ അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അറിയാതെ ആയിരിക്കാം ചിലപ്പോൾ ദാനം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സന്തോഷങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എന്താണ്? നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുമ്പോൾ മാത്രമേ ഇത്തരത്തിലൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഈ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ത്യജിച്ചിട്ടാണ് ആവശ്യമില്ലാത്തതിനെയൊക്കെ നിങ്ങൾ ഇവിടെ ത്യജിക്കുന്നു. കാത്തിരിക്കുന്ന പല വിലപ്പെട്ട കാര്യങ്ങളെ ഒക്കെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടാവാം. മനസ്സിലായി? അപ്പം അതിന് നിങ്ങൾക്കൊരു മനസ്സ് വരികയാണ് ഇവിടെ. പലതിനെയും ഉപേക്ഷിച്ച് മുന്നോട്ട് വന്ന് സന്തോഷത്തിലേക്ക് വരണം, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ജോലി കിട്ടണം, നിങ്ങൾക്കിനി ജോലി ഇല്ലാത്തവർക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജി. അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈ
വിഷമങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും. പുതിയൊരു ബിഗിനിങ്ങിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് പെന്റക്കിളിൻ്റെ എനർജിയാണ്. ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജി ഇവിടെ വേറെയും ഉണ്ട്. അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് ധാരാളമായി വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, ആരുടെയും അനുവാദമില്ലാതെ. മനസ്സിലായി? ഒരുപാട് പേർക്ക് സഹായം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികം വന്നിട്ട് ഒരുപാട് പേർക്ക് സഹായം ചെയ്യണം, ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തണം, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരണം. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ചില ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് പേർ സാമ്പത്തികപരമായിട്ടും സ്പിരിച്വലായിട്ടും മുന്നോട്ട് വരുന്ന എനർജി ഇവിടെയുണ്ട്. ഒത്തിരി പേർ അങ്ങനെ ശ്രമിക്കുന്നു, അത് അങ്ങനെ മുന്നോട്ട് വരാനും അവർക്ക് കഴിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, പലരുടെയും അതുപോലെ തന്നെ. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ ഉത്തരം കാണാൻ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളത് ഓർക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളത് പല തവണ വരെ, ഇന്നലെ വരെ നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി അതിലിരുന്നിട്ട് കാര്യമില്ല, ആ എനർജിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇനി മുന്നോട്ട് വന്നിട്ട് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, 4 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ സ്റ്റെബിലിറ്റി വരുത്തണം, സാമ്പത്തികത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി വരുത്തണം. വരുത്താതെ പറ്റില്ല എന്ന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു, അമിതമായി ആഗ്രഹിക്കുന്നു. ഇവിടെ നല്ല ധൈര്യം കൊണ്ട് ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം, അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കൂടുതലായിട്ടും. സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ കണ്ട ഈ ഒരു എനർജിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കുള്ളൂ. മറ്റുള്ളവരെ നല്ല വഴിയിലൂടെ നടത്തണം. മതപരമായ ആചാരങ്ങൾ അത് എന്തൊക്കെയാണോ മറ്റുള്ളവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുള്ള ക്ലാസ് കൊടുക്കണം, പോസിറ്റീവായിട്ടുള്ള എനർജി അവർക്ക് പകർന്നു കൊടുക്കണം, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വഴിയിലേക്ക് വന്നിട്ടാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇതിനൊരു തയ്യാറെടുപ്പിലാണ്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവരെ കൂടി ഇതേ വഴിയിൽ കൊണ്ടുവരണം, എല്ലായ്പ്പോഴും സന്തോഷത്തിൻ്റെതായ വഴിയിലൂടെ പോകണം എങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നേ മതിയാവൂ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ വന്നിട്ട് സ്വയം ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന്, സ്വയം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക. അതും നിങ്ങളുടെ ഉദ്ദേശം തന്നെയാണ്, നിങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെയാണ്. മനസ്സിലായോ? സാമ്പത്തികമായ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് നിങ്ങൾ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത് തന്നെയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന. മുന്നോട്ട് വരുന്നു, ടോക്സിക് ആയിട്ടുള്ള പല എനർജീസിനെയും കളഞ്ഞിട്ട് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ മാത്രമേ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവുക, ആ ലക്ഷ്യത്തെ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആദ്യം സ്വയം നേടിയെടുക്കുക, എന്നിട്ടത് മറ്റുള്ളവർ കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. സ്നേഹിക്കുന്നുവെങ്കിൽ നിസ്വാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങൾ പലപ്പോഴും ഇവിടെ ചിന്തിക്കുന്നുണ്ട് അല്ലേ, എല്ലാവരോടും സ്നേഹമുണ്ട്, നിഷ്കളങ്കമായ സ്നേഹം അല്ലാതെ അൺകണ്ടീഷണലാണ് സ്നേഹം ഇവിടെ.
അതായത് സിൻസിയർ ലവ്. ഇതൊരു നിഷ്കളങ്ക സ്നേഹമാണ്. ഈ ഒരു സ്നേഹത്തെ നിലനിർത്തണം എന്ന് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുത്ത് അതേപോലെ മറ്റുള്ളവരെയും നല്ല വഴിയിലൂടെ നയിക്കണം എന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷണലാണ്, ഉപാധികളില്ലാതെ സ്നേഹിക്കുക. ആ ഒരു സ്നേഹമാണ് ദൈവികമായ എനർജി നിലനിർത്തുന്നത്. അവിടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൽ നിന്നും പഠിച്ചത് ഇത്തരത്തിലുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ മറ്റ് ചക്രാസും ബാലൻസ് ആയി വരികയുള്ളൂ. അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നേ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങളത് സാധ്യമാക്കിയെടുക്കും, അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2-3 കാര്യങ്ങളിലാണ് നിങ്ങൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതൊക്കെയാണ് ഈ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആയി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.